ഭക്തിസാന്ദ്രമായി കരിക്കകം ക്ഷേത്രം കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രേക്ഷകർക്കാണ് ഇപ്പോൾ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുക. രശ്മി, ഭക്തലക്ഷങ്ങളാണ് കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. ഇപ്പോൾ പൊങ്കാല നിവേദ്യം സമർപ്പണം നടക്കുകയാണ്. എത്രത്തോളം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് അവിടെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? തികച്ചും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷമാണ് നമുക്ക് കരിക്കകത്ത് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പൊങ്കാല നിവേദ്യ ചടങ്ങാണ് നടക്കുന്നത്. ഈ കൃത്യം 2:15 തന്നെ പൊങ്കാല നിവേദിക്കുന്ന ചടങ്ങ് ശ്രീകോവിലിൽ നിന്നും തന്ത്രി പുലയന്നൂർ നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ കാർത്തികത്വത്തിലാണ് ഇപ്പോൾ നിലവിൽ പൊങ്കാല നിവേദ്യ ചടങ്ങുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മേൽശാന്തി മുരളീധരൻ നമ്പൂതിരിയുടെ കാർത്തികത്വത്തിലാണ് ഈ ഒരു പൊങ്കാല നിവേദ്യ ചടങ്ങ് നടക്കുന്നത്. ഈ കരിക്കകം ക്ഷേത്രത്തിന്റെ ഏതാണ്ട് 3 കിലോമീറ്റർ ചുറ്റളവിൽ അമ്മമാർ പൊങ്കാല അർപ്പിച്ച് ഈ ഒരു നിവേദ്യ ചടങ്ങിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. രാവിലെ 10:15 പണ്ടാര അടുപ്പിലേക്ക് ആക്കി പകർന്നത്. കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വളരെ പ്രസിദ്ധമാണ്, ചരിത്ര പ്രസിദ്ധമാണ്. ആറ്റുകാൽ ക്ഷേത്രം പോലെ തന്നെ പ്രസിദ്ധമാണ് കരിക്കകം ക്ഷേത്രത്തിലെയും പൊങ്കാല. രാവിലെ 10:15 ക്ഷേത്ര ശ്രീകോവിനുള്ളിൽ നിന്നും തന്ത്രി പുലയന്നൂർ നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്കും പുണ്യാഹത്തിനൊക്കെ ശേഷം ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ദീപം ഭണ്ഡാരടുപ്പിലേക്ക് പകർന്നത്. അതേസമയം തന്നെ ക്ഷേത്രത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ അമ്മയ്ക്ക് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കുന്നത്. ആ ഒരു പൊങ്കാല ചടങ്ങ് കൃത്യം 10:15 തന്നെ ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2:15 പൊങ്കാല നിവേദ്യം. മീനമാസത്തിലെ മകം നാളിലാണ് കരിക്കകം ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ പൊങ്കാലയാണെങ്കിൽ ഇവിടെ കരിക്കകം ക്ഷേത്രത്തിൽ 7 ദിവസത്തെ പൊങ്കാല മഹോത്സവമാണ്. 7ാം നാളിലാണ് കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. അതും ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം ഇത്തരത്തിൽ ശർക്കര പായസം തന്നെയാണ്, കടും പായസം തന്നെയാണ്. അതിന് പുറമെയായി മണ്ടക്കുറ്റം, തെരളി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ദേവിക്ക് വേണ്ടി തയ്യാറാക്കുന്നവരുണ്ട്. തെരളി പ്രധാനമായും ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ്. വെള്ളച്ചോറ്, പാൽപായസം ഉൾപ്പെടെയുള്ള നിവേദ്യങ്ങളും അമ്മമാർ ദേവിക്ക് വേണ്ടി സമർപ്പിക്കാറുണ്ട്. സ്വന്തം കൈകൾ കൊണ്ട്, പൂജാരിയുടെ ഇടനിലയില്ലാതെ സ്വന്തം കൈകൾ കൊണ്ട് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു സാഹിത്യത്തിലാണ് ഭക്തലക്ഷങ്ങളൊക്കെ തന്നെ ഉള്ളത്. ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെ ആയിരക്കണക്കിന് അമ്മമാരാണ് നേരത്തെ തന്നെ ഇടം പിടിച്ച് ഈ പൊങ്കാല സമർപ്പിക്കാൻ. അതും പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് ക്ഷേത്രത്തിലേക്ക് അനുഭവപ്പെട്ടിരുന്നു. പുലർച്ചെ 5 മണി മുതൽ തന്നെ ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയും പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഉള്ളവർ മാത്രമല്ല, തിരുവനന്തപുരത്ത് പുറത്തു നിന്നുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള അമ്മമാരൊക്കെ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അതിൽ പൊങ്കാല ഇടേണ്ട സ്ഥലങ്ങളൊക്കെ നേരത്തെ തന്നെ അവർ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് കൂടുതൽ പേരും പൊങ്കാലയിട്ടതിനു ശേഷം ദേവി ദർശനത്തിന് പോലും
വലിയ തിരക്ക് നമുക്ക് രാവിലെ കാണാൻ കഴിഞ്ഞു. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൂടുതൽ വനിതാ പോലീസുകാരെ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ വിന്യസിച്ചിരുന്നു. അതിനുശേഷം ദേവീ ദർശനമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പൊങ്കാല ആരംഭിച്ചത്. നിവേദ്യമൊക്കെ ദേവിക്ക് വേണ്ടി തയ്യാറാക്കിയതിനു ശേഷം ഇപ്പോൾ ആ ഒരു നൈവേദ്യ ചടങ്ങാണ് പുണ്യമുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. കുമാരിക്കുളം ഈ നിവേദ്യം നടത്തുന്നതിന്റെ സമീപത്ത് തന്നെ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ഈ ഒരു ചടങ്ങ് കാണുന്നതിന് വേണ്ടി ദർശിക്കുന്നതിന് വേണ്ടി ഭക്തലക്ഷങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ നിവേദ്യത്തിന് ശേഷം ഇന്ന് പൊങ്കാല നിവേദ്യത്തിന് ശേഷം രാത്രിയാണ് ദേവിയുടെ ഉടവാൾ എഴുന്നള്ളിപ്പ്. ദേവിയുടെ ഉടവാൾ എഴുന്നള്ളിച്ച് ഗുരുതിയോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമാക്കുന്നത്. ഈ ഒരു പ്രത്യേക ചടങ്ങ്, അതായത് ഈ ഒരു പല പ്രത്യേകതകളും ദേവിക്കുണ്ട്. ദേവി ചാമുണ്ടേശ്വരി ദേവിയാണ് കരിക്കികം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അത് ദേവിയെ 3 രൂപങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. വളരെ ശക്തി സ്വരൂപിണിയാണ് കരിക്കികത്തമ്മ എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാരുടെ വിശ്വാസം. പ്രധാനമായും ദേവി നട, പ്രധാന ശ്രീകോവിലുണ്ട്. അതിനുശേഷം രക്തചാമുണ്ടി നടയുണ്ട്, ബാലചാമുണ്ടി നടയുണ്ട്. ഇത്തരത്തിൽ ചാമുണ്ടീശ്വരി ദേവിയെ തന്നെ 3 ഭാവങ്ങളിലായി 3 ശ്രീകോവിലുകളിലായി ആരാധിക്കുകയാണ് ചെയ്തത്. സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്നുകൂടിയാണ് കരിക്കികം ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ. പണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് മോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ഒരു നീതിന്യായമൊക്കെ ലഭിക്കുന്നത് പോലെ തന്നെ ദേവിയുടെ നടയിലെത്തി സത്യം ചെയ്യുക എന്നുള്ളത് പണ്ട് പുരാതനമായി ക്ഷേത്രത്തെ സംബന്ധിച്ച് നിൽക്കുന്ന ഒരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പൊക്കെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. ഇപ്പോൾ വസൂരി തുടങ്ങിയ മാരകരൊക്കെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ഒരു സമയത്ത് ഈ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഈ പുറത്തെഴുന്നള്ളിപ്പ് എന്നൊരു ചടങ്ങ് നടത്തിയിരുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട. അതിനൊക്കെ ഇവിടെ പുറത്തെഴുന്നള്ളിപ്പിനൊക്കെ ഭക്തലക്ഷങ്ങളാണ് പങ്കെടുത്തത്. അത് ഇപ്പോഴും അത് തുടർന്നു വരുന്നു. 8 കിലോമീറ്റർ ചുറ്റളവിൽ 4 ദിക്കിലായി പൂജകളും സ്മൃതിയും ഒക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഉത്സവ നാളിലാണ് ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ് ആചരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാന ദേവി നടയിലും രക്തചാമുണ്ടി നടയിലും ബാലചാമുണ്ടി നടയിലും പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളോട് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ഒരു നിവേദ്യത്തിന്റെ ചടങ്ങാണ്. തന്ത്രിയുടെ ധാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പണ്ടാര അടുപ്പിലെ പൊങ്കാല നൈവേദ്യം അത് നിവേദിക്കുന്നതിന്റെ പ്രത്യേക പൂജകളാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിവേദ്യ ചടങ്ങ് പണ്ടാരടുപ്പിൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഭക്തലക്ഷങ്ങൾ അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല ഇടുന്നുണ്ട്. കരിക്കിക സഭയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ മറ്റെല്ലാ പൊങ്കാല അടുപ്പുകളിലേക്കും പൊങ്കാല നിവേദിക്കും. അതിനുവേണ്ടി പ്രത്യേക പൂജാരിമാരെ ഉൾപ്പെടെ ക്ഷേത്ര ട്രസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. പണ്ടാരടുപ്പിലെ നിവേദ്യ ചടങ്ങ് നമുക്ക് ദൃശ്യത്തിൽ നിന്ന് കാണാൻ കഴിയും. ആ നൈവേദ്യം നടക്കുന്നത് ഇപ്പോൾ പ്രത്യേക പൂജകൾ, തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ കഴിയുകയാണ്. ഈ നിവേദ്യ ചടങ്ങാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ മറ്റ് അടുപ്പുകളിലേക്ക്, അതായത് വഴിയരികിലൊക്കെ തന്നെ കരിക്കിക സഭയ്ക്ക് വേണ്ടി പൊങ്കാല സമർപ്പിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നിവേദ്യം അർപ്പിക്കും. അതിന് പ്രത്യേകം ക്ഷേത്രത്തിൽ നിന്നും പൂജാരിമാരെ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പര്യവസനം ഏതാണ്ട് രാത്രി ഗുരുതിക്ക് 7 നാൾ നീണ്ടുനിന്ന ഈ പൊങ്കാല മഹോത്സവം സമാപനത്തിലേക്ക് എത്തിക്കുക. ഏതായാലും ക്ഷേത്രവും പരിസരവും ഭക്തി സാന്ദ്രമാണ്. ആരംഭിച്ച ദിവസം മുതൽ തന്നെ അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിലേക്ക് ദേവിയെ കാണുന്നതിന് വേണ്ടിയാണ് പ്രത്യേക പ്രവർത്തികളും വഴിപാടുകളും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് നടത്തുറക്ക വളരെ പ്രസിദ്ധമാണെന്ന് പറയണം. ക്ഷിപ്രപ്രസാദിനിയുമാണ് രക്തചാമുണ്ടി ആയിട്ടുള്ള ദേവി എന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം. ഈ പണ്ട് രാജഭരണകാലത്ത് നീതി നിർവ്വഹണത്തിന് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് ഒരു പ്രത്യേക ചടങ്ങ് തന്നെയായിരുന്നു. കോടതി, പോലീസ് സ്റ്റേഷൻ ഇവിടങ്ങളിലൊക്കെ തെളിയാത്ത കേസുകളൊക്കെ ഈ നടയിൽ വന്ന് സത്യം ചെയ്യിക്കുന്നത് നിത്യ സംഭവമാണ്. കരിക്കികം ചാമുണ്ടി ദേവി ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്നുള്ളതാണ്. ഇത് പണ്ട് ഉള്ള ഒരു ആചാരമാണ്, രാജഭരണ കാലത്തുണ്ടായിരുന്ന ഒരു ആചാരമാണ്. എങ്കിൽ പോലും ഇപ്പോഴും ഈ പല ഇടങ്ങളിൽ
സ്ഥലങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പോലും ഈ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ മോഷണം, തട്ടിപ്പ്, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഈ തർക്കം, ഇവയ്ക്കൊക്കെ തന്നെ ദേവിയുടെ നടയിലെത്തി ദേവിയെ പ്രാർത്ഥിച്ച് പ്രത്യേക ചടങ്ങ് തന്നെയാണ്. ദേവിക്ക് കടുംപായസം, ചുവന്ന പട്ട്, പാവാട, തെറ്റിഹാരം, ഇതൊക്കെ തന്നെ ദേവിക്ക് നേർച്ചയായി സമർപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ വളരെ വ്യത്യസ്തവും വേറിട്ടതുമായിട്ടുള്ള പരിപാടികളാണ് ഈ കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലുള്ളത്. ബാലചാമുണ്ഡി നടയും ഏറെ പ്രസിദ്ധമാണ്. ഒരുപക്ഷെ രക്തചാമുണ്ഡി നടയിൽ ദേവി അത്രത്തോളം ശോഭാകുലയായ ദേവിയാണെങ്കിൽ ബാലചാമുണ്ഡി നടയിൽ എത്തുമ്പോൾ ഒരു ബാലികാരൂപമാണ്. സൗമ്യ രൂപത്തിലുള്ള ബാലചാമുണ്ഡി ദേവിയുടെ ശുഭചിത്രമാണ് ഈ ഒരു ബാലചാമുണ്ഡിയുടെ നടയിലുള്ളത്. അത് ഒരു കുട്ടിയുടെ രൂപത്തിലാണ് ദേവി എത്തിക്കുന്നത്. ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ബാലാരിഷ്ടതകളൊക്കെ മാറുന്നതിന് വേണ്ടിയുമാണ് ബാലചാമുണ്ഡി ദേവി മൂന്നാമത്തെ നട ഇത്തരത്തിൽ നിലകൊള്ളുന്നത്. ഈ ദേവിയെ നട തുറന്ന് പ്രാർത്ഥിച്ചാൽ ഭക്തലക്ഷങ്ങൾ അവരുടെ ഉദ്ദേശ കാര്യം സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, കുട്ടികൾ ഉണ്ടാകാൻ വിദ്യാഭ്യാസത്തിനൊക്കെ ബാലചാമുണ്ഡി ദേവി അനുഗ്രഹിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഈ രക്തചാമുണ്ഡി നടയും ബാലചാമുണ്ഡി നടയുടെ പുനഃപ്രതിഷ്ഠ കൂടിയാണ് വരുന്ന തിങ്കളാഴ്ച 25-ാം തീയതി. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നതിന് വഴിപാടുകളൊക്കെ ആണ്. രാവിലെ പൊങ്കാല അടുപ്പിന്റെ സമയത്ത് തന്നെ പ്രമുഖരായിട്ടുള്ളവരൊക്കെ ഇവിടേക്ക് എത്തിയിരുന്നു. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ എത്തിയിരുന്നു. മറ്റ് പ്രമുഖരും അതോടൊപ്പം തന്നെ കൗൺസിലർ, മേയർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ രാവിലെ ഇവിടെ തുടരുന്നുണ്ട്. ഏതായാലും ഇതിലേക്കടക്കം പണ്ടാരടുപ്പിലെ പൂർത്തിയായി കഴിഞ്ഞു. ഈ മറ്റ് അടുപ്പിലേക്ക്, അതായത് അമ്മമാരുടെ പൊങ്കാല കലകളിലെല്ലാം നിവേദ്യം അർപ്പിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഇവിടെ നിന്നൊരു വടക്കത്തിലുള്ള ഒരു തിരക്കാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. അഭൂതപൂർവമായ ഒരു ചൂടും അനുഭവപ്പെടുന്നുണ്ട്. കുംഭത്തിന് ശേഷമുള്ള ഈ ഒരു ചൂട് വലിയ രീതിയിൽ അഭൂതപൂർവമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെയാണ് കരിക്കക കമ്മിറ്റി ഈ ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരാണ്ട് കാലത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. ഒരു പക്ഷേ ആറ്റുകാൽ ദേവി ക്ഷേത്രം പോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രം. രാവിലെ 10:15 പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നത്. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർത്തികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പുലർച്ചെ തുറന്ന നട ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടി ഭക്തലക്ഷങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയത്. ആ ഒരു ഭക്തരെ നിയന്ത്രിക്കുന്നതിനുൾപ്പെടെ കൂടുതൽ പോലീസുകാരെയും ഒക്കെ വിന്യസിച്ചിരുന്നു. അതിനുശേഷം പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു. പൊങ്കാലയോടനുബന്ധിച്ച് ആ പൂജകൾക്ക് ശേഷമായി ഇത്തരത്തിൽ പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്ന ആ ഒരു നിമിഷം തന്നെ ഈ ചുറ്റളവിലുള്ള, അത് പ്രത്യേകിച്ചും ഈ ക്ഷേത്ര പരിസരം അല്ലാതെ വീടുകളിലൊക്കെ തന്നെ തിരുവനന്തപുരം പാർവതി പുത്തനാറിന്റെ സമീപത്താണ് കരിക്കകം ദേവി ക്ഷേത്രം കൂടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ തന്നെ പൊങ്കാല സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അമ്മമാരൊക്കെ അത്രത്തോളം വിശ്വാസപൂർവ്വം ഭക്തി സാന്ദ്രമായിരുന്നു ഒരു കരിക്കക ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവും. അവിടെയുള്ള വീടുകളെല്ലാം തന്നെ അവരെ പൊങ്കാല സമർപ്പിച്ചതിന് ശേഷം പിന്നെയും അമ്മയെ ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്ക് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അല്പസമയം മുൻപ് വരെ, ഈ നൈവേദ്യത്തിന് തൊട്ട് മുൻപ് വരെയും അഭൂതപൂർവമായ തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ നിവേദ്യ ചടങ്ങ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി പ്രത്യേക പൂജകളും മറ്റുമാണ് വൈകുന്നേരത്ത് ഉള്ളത്. അതിനുശേഷം ദീപാരാധനയ്ക്കൊക്കെ ശേഷമാണ് ഗുരുത്തി ഉണ്ടാവുക. ദേവിയുടെ ഉടവാൾ എഴുന്നള്ളിച്ച് ഗുരുത്തിയോടുകൂടിയാണ് 7 നാൾ നീണ്ടുനിന്ന കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാകുന്നത്. ഭക്തലക്ഷങ്ങളാണ് ദേവിക്ക് വേണ്ടി പൊങ്കാല സമർപ്പിച്ചത്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് തന്നെ ശർക്കര പായസമാണ്. ശർക്കര പായസത്തോടൊപ്പം തന്നെ വെള്ളപ്പായസം, വെള്ളച്ചോറ് ഉൾപ്പെടെയുള്ള നിവേദ്യങ്ങളും ദേവിക്ക് വേണ്ടി തയ്യാറെടുപ്പും ആരംഭിച്ച അന്ന് മുതൽ തന്നെ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പൂജകളും വേറിട്ട ഒരു അലങ്കാരവും ഒക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും മാറുന്നത്. ഏതായാലും ഭക്തിസാന്ദ്രമാണ് കരിക്കകം ക്ഷേത്രവും ക്ഷേത്ര പരിസരവും. സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്ന രീതിയിൽ പ്രഖ്യാതമായ ചരിത്രപ്രസിദ്ധമായ കരിക്കകത്ത് ക്ഷേത്രത്തിൽ കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കുന്ന ചടങ്ങ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്കത്. വിവരങ്ങളാണ് രശ്മി കാർത്തിക നൽകിയത്.